നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ചന്തയിൽ സാധനം വാങ്ങാനെത്തിയവർക്ക് സാധനങ്ങൾക്കൊപ്പം പകർച്ചവ്യാധിയും മലിനജലവും കൂടെ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഉത്രാടപ്പാച്ചിലിന് മുന്നോടിയായി ബുധനാഴ്ച അഞ്ചൽ ചന്തയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വഴിയോര കച്ചവടവും സജീവമാകുന്നുണ്ട്. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണത്തിന് പോലും അവധിയില്ലാത്ത പോലീസുകാരുടെ ഓണപരിപാടിയിൽ അത്തപ്പൂക്കളവും ശ്രദ്ധേയമായി. അഞ്ചൽ ചീപ്പുവയൽ സ്വദേശി ഉണ്ണി തന്റെ വീട്ടുമുറ്റത്തൊരുക്കിയ അത്തപ്പൂക്കളം ശ്രദ്ധേയമാകുന്നു. കൊട്ടാരക്കര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഗ്രശിലാ സ്ഥാപന കർമ്മം നടന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ മുതൽ മുടക്കി നെടിയറ ജംഗ്ഷനിൽ പണി കഴിപ്പിച്ച കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെയും കെട്ടിട സമുച്ചയങ്ങളുടെയും ഉദ്ഘാടനം KN ബാലഗോപാലൻ MP നിർവഹിച്ചു. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. യെസ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. യെസ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. വാർത്തകൾ വിശദമായി. അഞ്ചൽ ചന്തയിൽ സാധനം വാങ്ങാൻ എത്തുന്നവർക്ക് സാധനങ്ങൾക്കൊപ്പം പകർച്ചവ്യാധിയും മലിനജലവും കൂടെ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. ADV ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ഓണച്ചന്തയായ ഇന്ന് അഞ്ചൽ ചന്തയിലെത്തിയവർക്ക് ദുരിതത്തിന്റെ അനുഭവം മാത്രമായിരുന്നു. ചന്തയിലെ മത്സ്യക്കച്ചവടത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള ചീഞ്ഞഴുകിയ മലിനജലം ചന്തയിലൂടെ ഒഴുകുന്നത് മൂലം ജനങ്ങൾക്ക് മൂക്കുപൊത്താതെ ചന്തയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ പോകാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. നിവൃത്തിയില്ല. പാട കാരണം ഞങ്ങൾക്ക് ശ്വാസം മുട്ടും പനിയും ചുമയായിട്ട് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. പുളിയുടെ ഭർത്താ വരുന്നവരെല്ലാം മൂക്കോട്ട് കൈയും വെച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് സാധനം മേടിക്കുന്നത്. ഒറ്റ മനുഷ്യരെ അടുത്തോട്ട് വരത്തില്ല. ഒരു നിവൃത്തിയില്ല. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഓണമായിട്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഒരു വക മേടിക്കുന്നില്ല. ഓണമായിട്ട് ആരും അടുത്തോട്ട് വരുന്നില്ല. എല്ലാവരും മാറിപ്പോവുക. ഈ വർഷം ഞങ്ങൾക്ക് 1 രൂപ പട്ടിണി 4 ദിവസം ഞങ്ങൾ കഷ്ടപ്പെടുക. ഞങ്ങൾക്ക് യാതൊരു ഗതിയില്ല. ചന്തയുടെ പേരിൽ ലക്ഷങ്ങൾ ലേലത്തുകയായി ഈടാക്കുന്ന അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതി ചന്തയിലെത്തുന്ന ജനങ്ങൾക്ക് പകർച്ചവ്യാധിയാണ് സമ്മാനമായി നൽകുന്നത്. ചന്തയിലെത്തിയവരുടെ സാരിയിലും മുണ്ടിലും മലിനജലം പറ്റാതെ ചന്ത വിട്ടുപോയവരിൽ അധികം ആരും ഉണ്ടാകില്ല. ഓണത്തോടനുബന്ധിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മറ്റൊരു ചന്തയിലും ഇത്രയും ജനത്തിരക്കുണ്ടാകില്ല.
എന്നിട്ടും ഒരൽപ്പം കുമ്മായം പോലും വിതറാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ആരോപണം ശരിവെക്കുന്നതാണ് ADV ന്യൂസിന് അഞ്ചൽ ചന്തയിൽ നിന്നും ലഭിച്ച ഈ ദൃശ്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണത്തിന് പോലും അവധിയില്ലാത്ത പോലീസുകാരുടെ പരിപാടിയിൽ അത്തപ്പൂക്കളവും ശ്രദ്ധേയമായി. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടന്നു. അത്തപ്പൂവിട്ടും ഓണസദ്യ ഒരുക്കിയുമാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഓണം ആഘോഷിച്ചത്. ഓണത്തിന് പോലും അവധിയില്ലാതെ നാട്ടിലെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്നവരാണ് പോലീസുകാർ. ബന്ധപ്പെട്ട് തിരക്ക് ഒഴിവാക്കുന്നതിനായി 25ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ 4 ദിവസങ്ങളിലായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇന്ന് ചന്തദിവസമായ നാളെ ഉത്രാട ചന്തദിവസമായ ദിവസങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നും അഭൂതപൂർവമായ വാഹനത്തിൻ്റെ തിരക്കുണ്ടായിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ ജീവനത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തിക്കും മസ്തിയിലും ബസ് സ്റ്റാൻഡുകളിലും സ്റ്റോപ്പുകളിലുമൊക്കെ ആളെ എല്ലാവർക്കും ഒരു പ്രത്യേകമായ ഓണാശംസകൾ നേരുന്നു. അഞ്ചൽ CI KV മനോജ് കുമാറിൻ്റെയും SI CK മനോജിൻ്റെയും നേതൃത്വത്തിലാണ് ഓണാഘോഷം നടന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. %90 വൈകല്യമുള്ള അനിൽകുമാറിന് മുച്ചക്ര വാഹനം നൽകിയില്ല എന്ന് പരാതിയുമായി അനിൽകുമാർ ജില്ലാ പഞ്ചായത്തിലേക്ക്. ഇട്ടിവ പഞ്ചായത്തിലെ മുച്ചക്ര വാഹന വിതരണത്തിനായി തയ്യാറാക്കിയ പട്ടികയിൽ അഴിമതിയുള്ളതായി പരാതി. 2 കാലും തളർന്നു കിടക്കുന്ന കോട്ടുക്കൽ സ്വദേശിയായ അനിൽകുമാറിനാണ് അധികൃതർ നൽകാൻ തയ്യാറാകാത്തത്. ഈ ബാക്കി ഇരിക്കുന്ന ആ വികലാംഗന് ഫുൾ കിട്ടേണ്ട വണ്ടിയാണ്. അയാളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വേറെ കക്ഷി കൊടുത്തു. അത് ഒന്ന് മാറ്റി എടുക്കാനായിട്ടുള്ള നമ്മുടെ ഒരു ശ്രമമാണിത്. എനിക്ക് വണ്ടിയില്ല. ഞാൻ പല പ്രാവശ്യം ഇവിടെ ഇറങ്ങി കയറി കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തിന് ഞാൻ അപേക്ഷ കൊടുത്ത് എനിക്ക് വണ്ടി അനുവദിച്ചത്. ആ വണ്ടി കിട്ടാതെ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് പൈസ അടച്ചിരുന്ന സാറ് പറഞ്ഞു. ആ വണ്ടി ഇങ്ങനത്തിലായി പോയി. വീണ്ടും ഞാൻ ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തു. എൻ്റെ ലിസ്റ്റിൽ പേരില്ല. നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല? ഇല്ല. അർഹതപ്പെട്ടവന് ആരൊക്കെ താപ്പറന്ന് ഞങ്ങൾ 6 പേരുണ്ട്. ഈ 6 പേർക്ക് വണ്ടിയില്ല. ഒരു കാലിൽ സ്വാധീനമുള്ളവർക്ക് വണ്ടി കൊടുക്കുന്നു ഇവർ പറയുന്നു. അവരുടെ പേരുണ്ട്. ഒരു കാലിന് സ്വാധീനമുള്ളവർക്കും അവരുടെ ലിസ്റ്റിൽ പേരുണ്ട്. എൻ്റെ പേരില്ല. 90% വൈകല്യമുള്ള അനിൽകുമാർ ഇട്ടിവ പഞ്ചായത്തിൽ പലതവണ മുച്ചക്ര വാഹനത്തിനായി അപേക്ഷകൾ നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർക്ക് താൽപ്പര്യമുള്ളവർക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും മാത്രമാണ് പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ സ്വജനപക്ഷപാതമാണ് ഇട്ടിയ പഞ്ചായത്തിൽ നടക്കുന്നത്. വൈസ് പ്രസിഡന്റാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അയാളുടെ താല്പര്യക്കാർക്ക് മാത്രമാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ 90% വൈകല്യമുള്ളവർക്കാണ് വണ്ടി കൊടുക്കേണ്ടത്. സർക്കാർ ഓർഡർ അതാണ്. അത് നടക്കുന്നില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അയാൾ കൊടുക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിക്കും അയാൾ പറയുന്നതനുസരിച്ചാണ് സെക്രട്ടറിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വൈകല്യം ബാധിച്ചവർക്ക് വേണ്ടേ വണ്ടി കൊടുക്കാൻ. സാധാരണക്കാർക്ക് വണ്ടി കൊടുത്തിട്ട് എന്തോ കാര്യം? എഴിച്ചടക്കാൻ ആവതില്ലാത്ത പട്ടിണി പാവത്തിന് വണ്ടി കൊടുക്കാതെ പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഭരണക്കാരും കൂടെ ഇത്തരത്തിലുള്ള അഴിമതി അന്യായങ്ങൾ കാണിച്ചാൽ ഇത് പൊറുക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല. പഞ്ചായത്ത് വരണമെന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റ് പാർട്ടിക്കാരെങ്കിലും വരും. അപ്പോഴും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം ചെയ്യുമ്പോൾ ഇവരിവിടെ പഞ്ചായത്ത് ഭരിക്കാൻ നിൽക്കില്ലേ? ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല. അനിൽകുമാർ ജില്ലാ പഞ്ചായത്തിലും മുച്ചക്ര വാഹനത്തിനായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച മറുപടി ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് മുച്ചക്ര വാഹനത്തിനായി പണമടച്ചില്ല എന്നുമാണ് അനിൽകുമാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം,
വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30 മുതൽ സെപ്റ്റംബർ മാസം 8 വരെ അഭിമന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തിനിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. ഉത്രാടപ്പാച്ചിലിന് മുന്നോടിയായി ബുധനാഴ്ച അഞ്ചൽ ചന്തയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വഴിയോര കച്ചവടവും സജീവമാകുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ച് അഞ്ചൽ ചന്തയിൽ വൻ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. പച്ചക്കറിയുടെ വിലക്കയറ്റം മൂലം രൂക്ഷമാണെങ്കിലും മലയാളികൾക്ക് പച്ചക്കറി ഇല്ലാത്ത ഓണം ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ഓണത്തിന് മുന്നോടിയായുള്ള ചന്ത ദിവസമായ ബുധനാഴ്ച ഇനി ഉത്രാട കച്ചവടം മാത്രമാണ് കച്ചവടക്കാർക്കുള്ള ഏക പ്രതീക്ഷ. ഇടമുളയ്ക്കൽ, അലയമൺ, ഏരൂർ, കരവാളൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നാണ് അഞ്ചൽ ചന്തയിലേക്ക് ജനങ്ങൾ കൂടുതൽ എത്തിച്ചേരുന്നത്. ചന്തയിലും ബസ് സ്റ്റാൻഡിലും ജനത്തിരക്കും വാഹനങ്ങളുടെ തിരക്കും നിയന്ത്രിക്കാൻ പോലീസിന്റെ പ്രവർത്തനം സജീവമായിരുന്നു. അഞ്ചലിലെ തുണിക്കടകൾ സജീവമാകുന്നത് പോലെ തന്നെ വഴിയോര കച്ചവടവും സജീവമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ചീപ്പുവയൽ സ്വദേശി ഉണ്ണി വീട്ടുമുറ്റത്തൊരുക്കിയ അത്തപ്പൂക്കളത്തെപ്പറ്റി മൊയ്തു അഞ്ചൽ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ഓണത്തിന്റെ പഴമക്കാലം ഓർമ്മിപ്പിക്കുന്ന വിധമാണ് അഞ്ചൽ ചീപ്പുവയൽ ലതിക ഭവനിൽ ഉണ്ണിയുടെ വീട്ടുമുറ്റത്തെ അത്തപ്പൂക്കളം. അഞ്ചൽ ചന്തമുക്കിലെ CITU ചുമട്ടുതൊഴിലാളിയായ ഉണ്ണിയുടെ 2 ദിവസത്തെ പരിശ്രമ ഫലമാണ് ഈ അത്തപ്പൂക്കളം. 800 രൂപ മുതൽ മുടക്കി പൂവ് ഉണ്ണി തന്നെ വാങ്ങി. പണ്ടത്തെ പോലെ തന്നെ എനിക്ക് ഇപ്പോഴും ആഘോഷമുണ്ട്. ഓണം എല്ലാ വർഷവും ഇതേപോലെ അത്തം ഇടാറുണ്ടോ? എല്ലാ വർഷവും ഉണ്ട്. ആരാ, മകനാണോ ഇടുന്നത്? മോനായിരുന്നു. ഇത് എത്ര രൂപയുടെ പൂവായി? 800 രൂപയുടെ പൂവായി. എല്ലാ വർഷവും ഇടാറുണ്ടോ? എല്ലാ വർഷവും ഇടാറുണ്ട്. പണ്ടത്തെ ഓണം പോലെ ഇപ്പോഴത്തെ ഓണത്തിന് അത്രയും സന്തോഷവും ആവേശവും ഉണ്ടോ? ഉണ്ട്. നമുക്കായിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു പൊന്നോണം ആഘോഷിക്കാനും ഇതിനൊരു ഭഗവാനായിട്ട് നേദിച്ചുകൊണ്ടൊരു കണി ഒരുക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ആരൊക്കെയാണ് ഈ അത്തോടാൻ സഹായിച്ചിട്ടുള്ളത്? ഞങ്ങളെ കുടുംബത്തിലെ 4 പേര്. അച്ഛനുണ്ട്, അമ്മ, ചേച്ചി, പിന്നെ ഞാൻ. 4 പേര് മാത്രം. വീട്ടുകാരുടെ സഹായത്തോടെയാണ് ഉണ്ണി അത്തപ്പൂക്കളം ഒരുക്കിയത്.
മണ്ണ് കുഴിച്ച് വട്ടത്തിൽ 3 തട്ടുകളായി തിട്ടയുണ്ടാക്കിയ ശേഷമാണ് അത്തപ്പൂക്കളം ഒരുക്കിയത്. ഈ പൂക്കളം കഴിഞ്ഞ 30 വർഷത്തോളമായി തൻ്റെ വീട്ടുമുറ്റത്ത് ഒരുക്കി വരാറുള്ളതായി ഉണ്ണിയുടെ മാതാവ് പറയുന്നു. അത്തപ്പൂക്കളം ഒരുക്കാൻ ഉണ്ണിയുടെ സഹോദരി ലതികയും മാതാവ് രമയും പിതാവ് കൃഷ്ണൻകുട്ടിയും സഹായിച്ചതോടെയാണ് ഈ അത്തപ്പൂക്കളം സാധ്യമായത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊട്ടാരക്കര പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഓണാഘോഷം MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പൊന്നോണം 2015 സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടികൾ കൊട്ടാരക്കര നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി ഉദ്ഘാടനം ചെയ്തു. അത് ഉപയോഗിക്കാനും പരാശ്രയത്തിലൂടെ ജീവിക്കുന്ന ശീലം മാറ്റിയെടുക്കാനും കുറച്ചുകൂടി നല്ല അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുത്ത് സ്വന്തമായി നല്ല രീതിയിൽ എല്ലാ വീടുകളിലും കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് എത്താനും കഴിയണം. പഴയ കാലത്തെ സമൃദ്ധി തീർച്ചയായിട്ടും ഇനി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ പറ്റും. മനുഷ്യന്റെ മാറിയ ആ ഒരു മൈൻഡ് സെറ്റാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു നല്ല പരിധി വരെ കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എവിടെ പോയാലും എല്ലാ റെഡിമേഡ് പൂക്കളം ഇട്ടാലും പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ തൊഴിലൊക്കെ പോയി പഠിച്ചുകൊണ്ട് വരുന്നത് ഇന്ന് റെഡിമേഡ് വാങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും കളറും ചേർത്തിട്ടിരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി. അപ്പൊ അതൊക്കെ ഒരു തനിമ നഷ്ടപ്പെടുന്ന ഓണസദ്യ എത്ര വേണമെന്ന് പറഞ്ഞാൽ അത് ഇപ്പം വീട്ടിലെത്തിക്കാമെന്ന് പറയും. അതിനൊക്കെ ഒരു സുഖമില്ല. ഞാനൊരു സത്യം പറയാൻ നാളെ എനിക്കെല്ലാം എന്റെ ബന്ധുക്കളിൽ പണി വന്നിട്ടുണ്ട്. 13 പേര് ചേട്ടന്റെ സുഹൃത്ത്. കൊല്ലം റൂറൽ പോലീസ് മേധാവി ശശികുമാർ IPS ഓണ സന്ദേശം നൽകി. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. പരിപാടികൾക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈല സലീംലാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കേടത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം പാത്താല രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന വേളയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് RP സുകുമാരൻ നായർ അധ്യക്ഷനായി. യോഗത്തിന് സെക്രട്ടറി മോഹൻ പൂവാറ്റൂർ സ്വാഗതം പറഞ്ഞു. ട്രഷറർ ശശികുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് ഓണസദ്യയും വിവിധ കലാകായിക മത്സരങ്ങളും ഓണക്കിറ്റ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ നിർധനരായ മണിയുടെ കുടുംബത്തിന് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പൂവിളിയും പുതുവസ്ത്രങ്ങളുമായി ഏവരും ഓണത്തെ വരവേൽക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ നിർധനരായ കുടുംബത്തിന് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. അഗസ്ത്യക്കോട് കാവുവിള വീട്ടിൽ മണിക്കാണ് റെസിഡൻസ് അസോസിയേഷൻ ഓണക്കിറ്റ് നൽകിയത്. എല്ലാവരും ഓണം ഒരുപോലെ ആഘോഷിക്കുക എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് വിജയൻ പിള്ള അറിയിച്ചു. ഇവിടെ ഈ അഗസ്ത്യക്കോട് കൊക്കോട്ട് കോളനിയിൽ മാണ്ടിയമ്മ എന്ന് പറയുന്ന അവർ നമ്മുടെ ഒക്കെ കുഞ്ഞുനാൾ മുതലേ അറിയാവുന്ന ഒരു ആളാണ്. അപ്പോൾ ഇവർക്കിപ്പോൾ അസുഖമായിട്ട് കിടന്നിട്ട് ഇവർ പല ഗവൺമെൻറ് ആനുകൂല്യങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഞങ്ങളിവിടെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഒരു അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾ രൂപീകരിക്കുകയും കഴിഞ്ഞ വർഷം ഓണത്തിന് ഇവർക്ക് ഓണക്കിറ്റ് വീട്ടിലെത്തിക്കുകയും ഈ പ്രാവശ്യവും ഞങ്ങൾ ഇവർക്ക് ഓണസദ്യ ഒരുക്കുന്നതിന് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളാൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ ചെയ്യുന്നുണ്ട്. മറ്റേതെങ്കിലും ഗവൺമെൻറ് ഏജൻസി വഴി അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവുകയാണെങ്കിൽ അവരുടെ ജീവിതം അല്പം കൂടി മനുഷ്യത്വപരമായി അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും എന്ന് ഞാൻ. വീൽ ചെയറിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ദയനീയ സ്ഥിതിയാണ് മണിക്കുള്ളത്. പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ തൻ്റെ കുഞ്ഞു വീട്ടിൽ ഇനി മണിക്കും ഓണമുണ്ണാം, എല്ലാവരെയും പോലെ. മുൻപും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് റെസിഡൻസ് അസോസിയേഷൻ മുൻകൈയെടുത്തിട്ടുണ്ട്. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വികാസ് വേണു, രതീശൻ തുടങ്ങിയവർ ഓണക്കിറ്റ് വിതരണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനി ചെറിയ ഒരിടവേള. അർച്ചന ഫാമിലി AC ആൻഡ് നോൺ AC റെസ്റ്റോറന്റ് അഞ്ചൽ രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC നോൺ AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു.
Archana Family AC and non-AC Restaurant, Anjal. Contact 0475 227 3332 9947 03 5040. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. വാർത്തകൾ തുടരുന്നു. അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഗ്രശിലാ സ്ഥാപന കർമ്മം നടന്നു. അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ക്ഷേത്രത്തിലെ വലിയമ്പലം, ബലിക്കൽ പുരകൾ, ചുറ്റമ്പലം, പ്രദക്ഷിണ വഴി എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായുള്ള അഗ്രശിലാ സ്ഥാപന കർമ്മം ബുധനാഴ്ച നടന്നു. ക്ഷേത്രം ചെറുപ്രായം മുതൽ എനിക്ക് വളരെ അടുപ്പവും കടപ്പാടുമുള്ളൊരു ക്ഷേത്രം. ഭഗവാന്റെ സന്നിധിയിൽ ഇങ്ങനൊരു കർമ്മം ചെയ്യുവാൻ ഉള്ള ഭാഗ്യമുണ്ടാകുമെന്ന് ചിന്തിച്ചതുകൊണ്ട് ഭഗവാൻ എല്ലാർപ്പിതമായ അധികാരം ഉപയോഗിച്ച് ഭഗവാന് വേണ്ടി ഈ ഒരു വലിയൊരു പുണ്യകർമ്മം 1 കോടി രൂപയിൽ നിന്ന് കൂടുതൽ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര സമുച്ചയം തന്നെ ഒരുപക്ഷെ റെഡിയാക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധ്യമായി. അത് 6 മാസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കുവാൻ സാധ്യമാണ്. നിരവധി ഭക്തജനങ്ങളാണ് അഗ്രശിലാ സ്ഥാപന കർമ്മത്തിൽ പങ്കെടുത്തത്. ശിലാദാനം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ CP രാമരാജ പ്രേമദാസ് നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ സുഭാഷ് വാസു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഞ്ചിനീയർ മുരളീകൃഷ്ണൻ, ശങ്കരൻ പോറ്റി, CT പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ മുതൽ മുടക്കി നെടിയറ ജംഗ്ഷനിൽ നിർമ്മിച്ച കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെയും കെട്ടിട സമുച്ചയങ്ങളുടെയും ഉദ്ഘാടനം KN ബാലഗോപാൽ MP നിർവഹിച്ചു. $50 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നെടിയറ ജംഗ്ഷനിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീ വിപണന കേന്ദ്രം പണി കഴിപ്പിച്ചത്.
കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിത ഫായി സ്വാഗതം ആശംസിച്ചു. ഇല്ല എന്ന കുറവ് വർഷങ്ങളായി നമ്മുടെ എല്ലാ മനസ്സിൽ ചർച്ച വിഷയമായിട്ടുള്ള ഒരു വിഷയമായി. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഷിജു ഈ വാർഡിന്റെ മെമ്പറായിരിക്കുന്നത് അത് സുര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാവാം. അപ്പുറത്ത് നമ്മൾ പണിയെടുപ്പിച്ചിട്ടുള്ള EK നായനാർ മെമ്മോറിയൽ ഗ്രന്ഥശാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലവും ഇവിടെ കുറച്ച് സ്ഥലവും അവരുടെ നേതൃത്വത്തിൽ വാങ്ങിയിട്ടാണ്. അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ നിശ്ചയമോ കല്യാണമോ അല്ലെങ്കിൽ പൊതുവായി വരുന്ന അഞ്ചലും എന്നിട്ട് പോയി ഓഡിറ്റോറിയത്തിനൊക്കെ കൂടുതൽ പണം കൊടുത്ത് വാഹനങ്ങളൊക്കെ ഒരുക്കി നടത്താൻ സൗകര്യം ഇല്ലാത്തവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ക്ഷേത്രവും ഇപ്പോൾ പുനരുദ്ധരിക്കപ്പെട്ട രീതിയിലൊരു സാഹചര്യത്തിൽ ഒരു പൊതുവായ ഒരു സ്ഥലം ആവശ്യമുണ്ട് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണോ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ അഞ്ചൽ മാത്രമല്ല അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ കടന്നു വരുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അങ്ങനെ സൗകര്യം കിട്ടുന്ന ഒരു സ്ഥലത്തിന്റെ പ്രവർത്തനമാണ് ആരംഭിക്കുന്നത്. ഞാനിവിടെ ഈ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയേണ്ടതില്ല. ഞാൻ നേരത്തെ ചില പരിപാടികൾ വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാർ ജയമോഹനോട് പറഞ്ഞു മറ്റു സ്ഥലത്തുള്ള ആളുകളൊന്നും വിളിച്ചോണ്ട് വരുന്നത്, കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ വികസന പ്രവർത്തനങ്ങൾ അത്രയേറെ ഇവിടെ നടക്കുന്നത് പോലെ തന്നെ മറ്റു സ്ഥലത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജില്ലയിലെ ഒരു പ്രത്യേകത. നന്നായി ആലോചിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ കൊല്ലത്തെ ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളും ആ തരത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഗൈഡൻസോടുകൂടി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ആസൂത്രണം കൃത്യമായി ചെയ്താൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാമെന്നും നമ്മുടെ നിലവിലുള്ള ആളുകൾക്ക് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്നും നാട്ടിൻപുറത്തെ കാർഷിക മേഖലയിലും ചെറുകിട വ്യാപാര വ്യവസായ മേഖലയിലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്നും തെളിയിച്ച അനുഭവമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പൂർത്തീകരിക്കാൻ പോകും. അടുത്ത ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് വരാൻ പോകും. പണി കഴിപ്പിച്ച കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെയും കെട്ടിട സമുച്ചയങ്ങളുടെയും ഉദ്ഘാടനം KN ബാലഗോപാലൻ MP നിർവഹിച്ചു. കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വിവിധ കലാകായിക മത്സരങ്ങളും ഉണ്ടായിരുന്നു. വനിതകളുടെ വടംവലിയും പാവയ്ക്കാതീറ്റി മത്സരവും അരങ്ങിൽ ചിരി ഉണർത്തി. കൂടാതെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ജയമോഹനെ ജന്മനാടിന്റെ അനുമോദനം MLA അഡ്വക്കേറ്റ് K രാജു നിർവഹിച്ചു. SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചറും കലാകായിക മത്സരങ്ങളുടെ വിജയികൾക്കുള്ള അവാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവനും നിർവഹിച്ചു. ഗിരിജ തമ്പി, സക്കീർ ഹുസൈൻ, N അനിൽകുമാർ, ഏരൂർ സുഭാഷ്, തോയിത്തല മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്രാടപ്പാച്ചിലിന് മുന്നോടിയായി ബുധനാഴ്ച അഞ്ചൽ ചന്തയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വഴിയോര കച്ചവടവും സജീവമാകുന്നുണ്ട്. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണത്തിന് പോലും അവധിയില്ലാത്ത പോലീസുകാരുടെ ഓണപരിപാടിയിൽ അത്തപ്പൂക്കളവും ശ്രദ്ധേയമായി. അഞ്ചൽ ചീപ്പുവയൽ സ്വദേശി ഉണ്ണി തന്റെ വീട്ടുമുറ്റത്തൊരുക്കിയ അത്തപ്പൂക്കളം ശ്രദ്ധേയമാകുന്നു. കൊട്ടാരക്കര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു.
അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഗ്രശിലാ സ്ഥാപന കർമ്മം നടന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ മുതൽ മുടക്കി നെടിയറ ജംഗ്ഷനിൽ പണി കഴിപ്പിച്ച കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെയും കെട്ടിട സമുച്ചയങ്ങളുടെയും ഉദ്ഘാടനം KN ബാലഗോപാലൻ MP നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.